നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ. ചലച്ചിത്ര മേഖലയിലുള്ളവർ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെയും അന്തിചർച്ചകളിലൂടെയും ഒക്കെ ഇത്തരത്തിൽ പല അഭിപ്രായങ്ങൾ പടച്ചുവിടുന്നുണ്ട്. ഇന്നലെ ഇത്തരത്തിലൊരു അഭിപ്രായം കേൾക്കാനിടയായി. അതായത്, സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയല്ല, നടിമാരാകാൻ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയല്ല, മറിച്ച് അഭിനയത്തോടുള്ള അവരുടെ അടങ്ങാത്ത ആവേശം കൊണ്ടാണ്, അവരുടെ ഒരു ആഗ്രഹം കൊണ്ടാണ്, അവരുടെ ഒരു പാഷനാണ് എന്നൊക്കെയാണ് ഒരു മഹാൻ ഇന്നലെ പറഞ്ഞത് കേട്ടത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ട് ചിരിയാണ് വന്നത്. നമ്മുടെ പല നടിമാരുടെയും കാര്യം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് ഇവർ സിനിമാ രംഗത്തേക്ക് വന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മേഖലയിൽ, അതായത് സിനിമ മേഖലയിൽ നിൽക്കുന്നത്? ഇവർക്ക് അഭിനയിക്കാനാണെങ്കിൽ നാടകത്തിലേക്ക് പോയാൽ പോരെ, അവിടെ ഇഷ്ടം പോലെ. കാരണം നമ്മുടെ അന്യം നിന്നു പോകുന്ന ഒരു മഹത്തായ ഒരു കലയാണ് നാടകം. ഈ നാടകത്തെയൊക്കെ പിടിച്ചു നിർത്താനൊക്കെ ഇതുപോലുള്ള നടിമാർ ആവശ്യമാണ്. അങ്ങനെ അടങ്ങാത്ത അഭിനിവേശമുണ്ടെങ്കിൽ അവർക്ക് അഭിനയിക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നാടകങ്ങളാണ്. നാടകങ്ങളാകുമ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് അപ്പോൾ തന്നെ സംവദിക്കാം, അവരുടെ പ്രതികരണങ്ങൾ അറിയാം, റിലീസിംഗ് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ദിവസങ്ങളും മാസങ്ങളോളം ഇതുപോലെ കഷ്ടപ്പെട്ട് സിനിമയിൽ പല ത്യാഗങ്ങളും പീഡനങ്ങളും വാതിലിൽ മുട്ടുമൊക്കെ സഹിച്ച് ഇവർ അഭിനയിക്കേണ്ട കാര്യമില്ല. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു നാടകരംഗത്ത് ഏതെങ്കിലും നാടക ട്രൂപ്പിലൊക്കെ അഭിനയിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊന്നും നിൽക്കാതെ അവർ സിനിമാ രംഗത്തേക്ക് വരുന്നത് അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതെ വയ്യ. ഈ പറയുന്ന ഈ അഭിനിവേശം കൊണ്ടാണെങ്കിൽ, അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് പല നായികമാരെയും നമുക്കറിയാം 6-7 സിനിമകളിൽ അഭിനയിച്ച് ഒരു സിനിമയിലൂടെ രംഗത്ത് വരും, പിന്നെ അവരെ ഒരു വിഗ്രഹവൽക്കരിക്കും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും അതുപോലെ ചില ഓൺലൈൻ മീഡിയകളുമൊക്കെ ഒന്ന് മഹത്വവൽക്കരിക്കും. അതിനുശേഷം ഒരു 7 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ, 6-7 സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ വിവാഹം കഴിച്ച്, ഈ വിവാഹം കഴിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാളികളായ വളരെ കുറച്ച് ആൾക്കാരെ വിവാഹം കഴിക്കുള്ളൂ. ബാക്കിയൊക്കെ വിദേശ മലയാളികളെയാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന സമ്പന്നരായ വിദേശ മലയാളികളെയാണ് മിക്ക നടിമാരും വിവാഹം കഴിച്ചിട്ടുള്ളത്. പിന്നെ അവർ തിരിച്ചു വരണമെങ്കിൽ 1-2 കുട്ടികളായി ഡിവോഴ്സ് ആവണം. ഡിവോഴ്സ് ആയി കഴിഞ്ഞാലാണ് അവർ വീണ്ടും തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് വീണ്ടും എനിക്ക് സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമുണ്ട്, എനിക്ക് വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് അഭിനയിക്കാൻ വിടുന്നില്ല, അതുകൊണ്ട് ഞാൻ വിവാഹമോചിതയായി. കുറ്റം മുഴുവൻ ഭർത്താവിൻ്റെ തലയിൽ വെച്ചിട്ട് വീണ്ടും അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര നടികളാണ് ഇത്തരത്തിൽ സജീവമായി സിനിമാ രംഗത്ത് നിന്നിട്ട് കുറച്ച് പണമൊക്കെ സമ്പാദിച്ചതിന് ശേഷം വിദേശത്തുള്ള പല സമ്പന്നരായ മലയാളികളെയും വിവാഹം കഴിച്ച് പോയിട്ട് 4-5 വർഷങ്ങൾക്കുള്ളിൽ തിരിച്ചു വന്ന് വീണ്ടും സിനിമയിലൊക്കെ സജീവമായതും ഇപ്പോൾ അവസരങ്ങളില്ലാതെ വീട്ടിലിരിക്കുന്നതും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണെങ്കിൽ നായികമാരായിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ അറിയപ്പെടുന്ന പല നടികളും ചില നടന്മാരോടൊക്കെ അഭിനയിക്കാൻ വിസമ്മതിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മുൻപ് സത്യൻ മാഷിനോടൊപ്പം മലയാളത്തിലെ എക്കാലത്തെയും അതുല്യനായ നടനാണ് സത്യൻ മാഷ്. ഈ സത്യൻ മാഷ് കറുപ്പായി പോയി എന്നതിൻ്റെ ഒരു ഒറ്റ കാരണത്താൽ അദ്ദേഹത്തോട് അഭിനയിക്കാൻ ഒരു നടി തയ്യാറായിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ സിനിമാ മാധ്യമങ്ങളിലും ഒക്കെ വായിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ കറുപ്പ് ഒരു വിവാദമല്ലായിരുന്നു. ഈയിടയ്ക്കാണല്ലോ ഈ കറുപ്പിനെ കുറിച്ച് പറയുന്നതൊക്കെ വിവാദമായി തുടങ്ങിയത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എങ്കിലും നമ്മുടെ പ്രശസ്തയായ മറ്റൊരു നടി, സജീവമായി 2000, 2001 കാലഘട്ടങ്ങളിലൊക്കെ നിന്നിരുന്ന ഒരു സജീവമായി സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു നടി, നമ്മുടെ അതുല്യനായ കലാകാരൻ, അതുല്യനായ ഒരു സിനിമാ നടനായിരുന്നു കലാഭവൻ മണി. ആ കാലത്തിൽ പൊലിഞ്ഞുപോയ കലാഭവൻ മണി. ഈ കലാഭവൻ മണിയോട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അതൊക്കെ പല രീതിയിൽ വാർത്തകളായിട്ടുണ്ടായിരുന്നു. ഒരു സിനിമാ നടനാണ്, ഞാൻ ഈ നടിയോട് അഭിനയിക്കില്ല, ഇന്ന കാരണത്താൽ, അതെന്ത് കാരണമോ ആയിക്കോട്ടെ, ആ നടിയോടുള്ള എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ അമർഷമായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു നടിയോട് അഭിനയിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഒരു നടൻ പരസ്യമായി പറഞ്ഞാൽ ആ നടനെ ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളും നിയമങ്ങളും ഏതു രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സിനിമാ രംഗത്തേക്ക് വരുന്നത് അഭിനയത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ്, അഭിനിവേശം കൊണ്ടാണെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ ഈ ഉദ്ഘാടന ചടങ്ങിനൊക്കെ പോയി ലക്ഷങ്ങളും കോടികളും ഒക്കെ പ്രതിഫലം വാങ്ങുന്നത്? ഈ വിദേശത്തൊക്കെ പോയി പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? അവിടെ അഭിനയമല്ലല്ലോ നടക്കുന്നത്. ഇവിടെ ഒരു ഉദ്ഘാടന ചടങ്ങിന് പോകുമ്പോൾ പോലും ഇവിടെ പ്രമുഖ നടിയുണ്ട്, പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശമൊന്നും നടത്തിയിട്ടില്ല. അവർ അവരുടേതായ രീതിയിൽ ഉദ്ഘാടന ചടങ്ങുകളുമൊക്കെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഈ നടിമാർ
നടിമാരൊക്കെ ഈ സിനിമയിലേക്ക് വന്ന് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയതിനു ശേഷം ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനൊക്കെ പോകുന്നത് എന്തിനാണ്? ഈ ഉദ്ഘാടന ചടങ്ങിന് പോകുമ്പോൾ തന്നെ അവർ വാങ്ങുന്ന ഭീമമായ പ്രതിഫലം എത്രയാണെന്ന് നമുക്കറിയാം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 25, 50, 30, 10 ലക്ഷമൊക്കെയാണ് ഈ നടിമാരൊക്കെ പ്രതിഫലം വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുമ്പോൾ അവർക്ക് ഈ അഭിനയത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണെങ്കിൽ അവരൊന്നും ഇത്തരം പരിപാടിക്ക് പങ്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെതായ പ്രതിഫലം, ഇത്രയും ഉയർന്ന തുക പ്രതിഫലം വാങ്ങാതിരിക്കുകയോ ചെയ്യണം. അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയത് കൊണ്ടല്ലേ, സിനിമയിൽ വന്ന് അഭിനയിച്ചു തുടങ്ങിയത് കൊണ്ടല്ലേ ഇവരെയൊക്കെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതും ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കുന്നതുമൊക്കെ. ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി ഉണ്ടാകണം. അല്ലാതെ എപ്പോഴും പുരുഷവർഗത്തെ ഒരു തരത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം അന്തിച്ചർച്ചകളിൽ പ്രതികരിക്കാൻ വരുന്ന സാംസ്കാരിക പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ പറയുന്ന വിഡ്ഢിത്തം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് ഈ സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക്, സിനിമാ രംഗത്തേക്ക് വരുന്നത് അവർക്ക് അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിവാഞ്ച കൊണ്ടെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഇത് വിഡ്ഢിത്തമാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക്, അതായത് സിനിമാ രംഗത്തേക്ക് വരുന്നത് അഭിനയത്തോടൊപ്പം പ്രശസ്തിയും പണവും മോഹിച്ചാണ് എന്ന് പറയാനുള്ള ആർജവമെങ്കിലും ഈ ചങ്കൂറ്റമുള്ള ചില പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.